ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. മലബാർ ജൈൻ സ്കൂളിനാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഫ്ലൈങ് സ്കൂളുകളും ഉണ്ട്. അത് നഫ്റ്റേണിലാണ്. ഇതേ സൈസുള്ളതല്ല, ഗ്ലൈഡിങ് ആണ്. വൈകുന്നേരങ്ങളെ കാണാൻ പറ്റുള്ളൂ. ബാക്കി കോമൺ ആയിട്ടുള്ള പാം സ്കൂളിലും ജെൻഡി സ്കൂളിലും ഉണ്ട്. 4 ജെൻഡി സ്കൂളുണ്ട്. കൂടുണ്ടാക്കുമ്പോൾ അടുത്ത് തന്നെ പല കത്തോളം അങ്ങനെ അടുത്തിട്ട് കുറേ കൂടുകളുണ്ടാക്കും. ഇതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതവിടെ ഒരാളുണ്ട്. അതവിടെ സൗണ്ട് ഉണ്ടാക്കാതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനും പ്രത്യേക ശബ്ദങ്ങളുള്ള പക്ഷികളെ എന്നാലും മറ്റ് ജീവികളെ എന്നാലും കാണാനും കേൾക്കാനും ശബ്ദങ്ങൾ കേൾക്കാനും പറ്റുള്ളൂ. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു തരുന്നത് നേരത്തോടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ വേറെ വോയിസ് ഇടാത്തത്. കുറച്ച് മുന്നിൽ നടന്നിട്ട് ഞങ്ങളെ 2 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ 2 മിസ്സുമാരും ഒരു സാറും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മിസ്സ് ഞങ്ങളുടെ ഗ്രൂപ്പിലും ബാക്കി 2 പേരും രണ്ടാമത്തെ ഗ്രൂപ്പിലും അങ്ങനെയായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എടുക്കണ്ട, ഇതുണ്ട് വ്ളോഗാടി വ്ളോഗ. കാടിനുള്ളിൽ കുറേ കാട്ടുശരീരത്തിലൊക്കെ ഉണ്ട് കേട്ടോ. താഴേക്ക് നോക്കുമ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട്. ഞങ്ങളുടെ ഷെമീം സാർ തമാശയൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ക്യാമ്പൊക്കെ ചെയ്യുമ്പോഴേ ഉണക്കമരം കിട്ടിയില്ലെങ്കിൽ ഇത് മുറിച്ച് ഫയർ ചെയ്യും. പെട്ടെന്ന് ഫയർ ഉണ്ടാവും, പെട്ടെന്ന് കത്തുന്ന മരം. പിന്നെ ഇതിലൊരു ഫ്രൂട്ടുണ്ട്. ഒരു ഫ്രൂട്ടുണ്ടാവും. ആ ഫ്രൂട്ട് റൈപ്പൻ ആകുമ്പോൾ നമ്മൾ കുയിലെന്ന് പറഞ്ഞൊരു ഫിഷ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ ഫിഷിന് ബെയ്റ്റ് ആയിട്ട് റൈസ് ഉപയോഗിക്കും. അതിൻ്റെ ഫ്രൂട്ട് ഇതാണ് ലൈഫും പറ്റില്ലേ ആൾക്കാർ സംഘടന അസോസിയേഷൻ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് ഉണ്ട്. അതൊരു അസോസിയേഷൻ ഉണ്ട് എൻ്റെ GL. ഇതൊരു പൊല്യൂഷൻ ഇൻഡിക്കേറ്ററാണ്. അതായത് ഇതിൻ്റെ എമൗണ്ട് കൂടുതലുണ്ടെങ്കിൽ ആ എയർ നല്ല ക്വാളിറ്റിയുള്ള പൊല്യൂഷൻ കുറവുള്ള സ്ഥലത്താണ് ഇതിൻ്റെ കണ്ടു കൂടുതൽ. നമ്മൾ ഈ റോഡ് സൈഡുള്ള മരങ്ങളൊക്കെ നല്ല കറുത്ത ബാർക്കായിരിക്കും. അത് അത്രയും പൊല്യൂട്ടഡ് ആയതുകൊണ്ടാണ് ലൈറ്റിൻ്റെ കുറവാണ്. എന്താ ശബ്ദമല്ലേ ഒരു പലരും ചീടിൻ്റെ ഒച്ചയൊക്കെ. ചെന്നൊക്കെ വയനാട്ടിലെ ചെന്നാണ്. അതുപോലെ തന്നെയാണ് ഇത് പുറത്തുനിന്ന് വന്നതാണ്. എക്സോട്ടിക് സ്പീഷീസാണ്. ഇത് വന്നിട്ട് ഭയങ്കരമായിട്ട് എന്താണ് പൂച്ചെടിയില്ലേ അതുപോലെ ഇത് ഫുള്ളും പടരും. നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരാൻ പറ്റാറ് എല്ലാ വർഷവും ഹാബിറ്റേറ്റ് ഇതുപോലുള്ള കളറും ഇതൊക്കെ നല്ല ഇത് കൊണ്ടുപോകാം. ഇത് കുറേ കടുന്നുണ്ട്. ഇത് റോഡേ കൊടുക്കാം, മനസ്സിലായോ? മാവുണ്ടോ? ഓ അത് മാവ് കാണിക്കാം. നാടാണ് മുള്ളമ്മന്നിയുടെ കാഷ്ടം. മുള്ളമ്മന്നിയുടെ കാഷ്ടം അത് സൂം.
വിസിറ്റിംഗ് ത്രസ്റ്റ് ആണ്, മലബാർ വിസിറ്റിംഗ് ത്രസ്റ്റ് അല്ലെങ്കിൽ ചൂളക്കാക്കി എന്ന് പറയും. ചൂളക്കാക്ക സൗണ്ട്. എന്താ കായാമ്പ് കേട്ടിട്ടുണ്ടോ? കായാമ്പൂ പാട്ടുണ്ടല്ലോ, മണമുണ്ടോ? ഫ്ലവർ ഫ്ലവർ ആവും, നല്ല ഭംഗിയാണ്. സ്മെല്ല് നല്ല സ്മെല്ലാണ്. സ്മെല്ലല്ല, ലാവൻഡർ കളർ ആ ഫ്ലവറാണ്. ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. പോളിഫ്ലോറി എന്നാണ് പറയുന്നത് കേട്ടോ. സ്റ്റെമ്മിൽ ഫ്ലവർ ഉണ്ടാവുന്നതിന് പോളിഫ്ലോറി എന്നാണ് പറയുന്നത്. എൻ്റെ വെടിപ്ലാവ് പോളിഫ്ലോറി. ആടി കളിത്തണ്ട് കളിക്കാനേ. നിലത്ത് ആ ഭാഗത്തൊക്കെ സ്പൈഡറിൻ്റെ കൂടാണ്, ആ ഒരു മഞ്ഞ് പോലെ കിടക്കണില്ലേ, അത് നിലത്ത് മാത്രം കൂടുണ്ടാക്കി ജീവിക്കുന്ന എട്ടുകാലികൾ സ്പൈഡർ. ഫിഷ് ബൈറ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കും, അതായത് വെള്ളത്തിൽ കലക്കിയിട്ട് മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്നു. പോയിസൺസ് ആണ് കേട്ടോ അത്. കുളമാവ് ഡാമില്ലേ, ബെർട്ടിയം മെക്രാന്തയാണ് അതിന്റെ സയന്റിഫിക് നെയിം. താഴെ ലീഫ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് മണപ്പിക്കുമ്പോൾ നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. ഈ വൈനില്ലേ, ഞാൻ പറഞ്ഞില്ലേ തെള്ളിയുടെ ബാർക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെയും ബാർക്ക് എടുക്കുമായിരുന്നു നേരത്തെ. പിന്നെ ഇതിൻ്റെ ബാർക്കിനൊരു ബൈൻഡിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഈ പണ്ട് നമ്മൾ എന്തെങ്കിലും മണ്ണിന് ബലം കൂട്ടാനായിട്ട് ഇതിൻ്റെ ബാർക്കും മിക്സ് ചെയ്യും, അതായത് ചതച്ച് ഇതുമായിട്ട് മോട്ട ബലം കൂട്ടാൻ വേണ്ടി ചെയ്യും. പിന്നെ ഇവർ സോപ്പില്ലേ, നമ്മൾ നോക്കിലോട്ടൊക്കെ പോയാൽ സോപ്പും കായുണ്ട്. ഇതിൻ്റെ ബാർക്ക് അവരെടുത്തിട്ട് സോപ്പ് മരുക്കാഞ്ഞിര കേട്ടിട്ടുണ്ടോ? ഇതില് ചെറിയൊരു നമ്മുടെ കൊറോണ ഇല്ലേ, കൊറോണ വൈറസ്, അതുപോലത്തെ ഒരു ചെറിയ ഫ്രൂട്ട്സ് ഉണ്ടാവും. ഇതൊരു ഡെസീഡിയസ്, അതായത് നമ്മുടെ ഡെസീഡിയസ്, അതായത് ഇല പൊഴിയുന്ന മരം, ഡെസീഡിയസ് കാടുകളിൽ കാണപ്പെടുന്നതാണ്. ഇതിപ്പോ നമ്മുടെ ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് പെട്ടതാ കേട്ടോ. മറ്റേ പാല് വീടിനും പാലം പറഞ്ഞ പോലെ മരം കുറേ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നടക്കുമ്പോഴാണ് നമുക്ക് മറ്റേ പലതരം ജീവികളെ പക്ഷികളുടെയൊക്കെ ഒരു നല്ല വോയിസ് കേൾക്കാൻ പറ്റുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇതായിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറേ കാര്യങ്ങൾ പറയാത്തത്. അപ്പോൾ ഇത് ഗൈഡ് ഇങ്ങനെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കണമല്ലോ, അതുകൊണ്ടാണ്. നമ്മളാവൊക്കെ കഴിക്കുന്നത് ഈ തൊടലിപ്പഴം കഴിക്കാൻ പറ്റും. ഫ്ലവറിങ് സീസൺ ആണ് ഇത്, പക്ഷെ ഫ്ലവർ ആയിട്ടില്ല. താഴെ ഉണ്ടോ നോക്കാം. താഴെ ആവുകൊണ്ട് തന്നെ അതെന്താണ് അവിടെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചില്ലയിൽ കുറേ വൈറ്റ് കളറ് ചിത്രശലഭങ്ങൾ ഇരിപ്പുണ്ട്. അതൊരു പ്രത്യേകത തന്നെയുള്ളത്. അതിൽ മാത്രം ഒരു കുറച്ച് ഇങ്ങനെ നല്ല മുകളിലേക്കായിട്ട് കുറേ കാണുന്നുണ്ട്. ഇതറിയാവോ ആ ബട്ടർഫ്ലൈ ആ മരത്തിൽ നോക്കി. ഈ മരത്തിൽ ഇവിടെ ഇത് അതല്ല ഇത് ഈ മരം ആ ബാർക്കിൽ നോക്ക്. ഈ വൈറ്റ് ഇതുണ്ട് ചെറുതായിട്ട് കണ്ടോ? ആ മരം ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല രസം കേട്ടോ. കുറേ ഇങ്ങനെ പറക്കണ കാണാം, നല്ല ഭംഗിയാണ് കാണാൻ. വിളിക്കട്ടെ വന്നെടുക്കാൻ. കടന്നുപോയി. ബേർഡ്സ് കഴിച്ചിട്ട് അതിന്റെ എക്സ്ക്രീറ്റ് സീഡ് മരത്തിന്റെ മുകളിൽ വന്നിരിക്കും. മുകളിൽ വീഴും. പിന്നീട് അത് പതുക്കെ വളരും. റൂട്ട് ആദ്യം താഴോട്ട് വരും. റൂട്ട് വന്ന് താഴെ പതിച്ചിട്ട് പിന്നെ ബാക്കി ആ മദർ പ്ലാന്റിന് കവർ ചെയ്ത് അത് ശ്വാസം മുട്ടി മരിക്കും. അതെന്താ പെട്ടെന്ന് സൈലൻ്റ് ആവാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തൊരു കുറച്ച് പോത്തുകൾ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞു. ഗാട്ടി നിൽപ്പുണ്ട്, അപ്പുറത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് സൈലൻ്റ് ആവാൻ പറഞ്ഞത്. നമ്മളെ ഒച്ച കേൾക്കുമ്പോഴത്തേക്ക് അത് ഓടിപ്പോവില്ലേ, അതുകൊണ്ട്. നോക്കിക്കേ, ഞാൻ ഫോക്കസ് ചെയ്യുന്ന ആ ഏരിയയിലാണ് നിൽക്കുന്നത്. നല്ല ബ്ലാക്ക് നീല കാട്ടുകോഴി. അതങ്ങോട്ട് പോയി ഓടിയോ? ആനകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി എടുക്കണം. ഗ്രൗണ്ട് ക്രാബാണ് കേട്ടോ ഈ പുതിയ ഇതിപ്പോ ഓടില്ലേ എല്ലാവരും പോകണമെങ്കിൽ തിരിഞ്ഞു വന്നില്ല.
എല്ലാവരും അഡ്വഞ്ചറാണ്. സിൽവർ ബെറിയാട്ടാ. കുരങ്ങണിക്കായ എന്ന് പറയും. അതല്ലേ ഉണ്ടോ? തീർന്നത് അവിടെ ഉണ്ടായിരുന്നു. പസ്മത്തില്ലേ ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ടാകും കേട്ടോ. ഇത് തിന്നു കഴിയുമ്പോൾ നാക്കിലെ തൊലി വരും. കുരങ്ങണിക്കായ സിൽവർ ബെറി എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ലീവ്സിൻ്റെ അടിയിൽ സിൽവർ കളറാണ്. കാട്ടുമുന്തിരി ചിലടുത്ത് പറയും. അപ്പോൾ നെഗിരി ഹിൽസിലൊക്കെ അവിടെ കളക്ട് ചെയ്ത് തമിഴ്നാട്ടിലുള്ളവരൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് സാധനം. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്റ്റർ ഉണ്ടായിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഫ്രൂട്ടില്ല, അത് ഇത്രയുണ്ട്. നല്ല ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ്. നല്ല ഫ്രൂട്ടാണ്. ആ മിസ്സ് ഞങ്ങളുടെ ജോസ്മി മിസ്സാണ്, സൈക്കോളജി പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ ജോസ്മി മിസ് ഇതൊരു വുഡി ക്ലൈംബർ. ഇത് കണ്ടാൽ അറിയാം, ദൂരെ നിന്ന് കഴിയുമ്പോൾ തന്നെ ഒരു സിൽവർ കളർ വരും. ഫ്ലോറസൻസ് ആണ് അതിൻ്റെ ഫ്ലവർ ആദ്യം മനസ്സിലാക്കിയിട്ട് പിന്നെ ഇങ്ങനെ ക്ലിയർ ചെയ്യും. അത് ഇതേപോലെ കൂടെ ആവശ്യത്തിനുണ്ട് കേട്ടോ. ഇതേപോലെ വലിയ വലിയ വയലുകൾ 2-3 കിലോമീറ്ററുള്ള വയൽ ഒറ്റ കിലോമീറ്ററുകളുണ്ട്. കല്ലുണ്ട്, സൈഡിൽ കൂടെ കല്ലുണ്ട്. ഇത് വെള്ളം അറിയുമോ? ഇവിടെ വെള്ളം കയറും. ഈ പഴക്കത്തിലും വെള്ളം കയറും. 142 മുല്ലപ്പെരിയാറിൽ. കായാമ്പൂ ഇത് മരോട്ടി ചിലപ്പാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയില്ല, ഒരു ഗോൾഡൻ കളറ് ശലഭങ്ങൾ നടക്കണ ശലഭത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആന ഇവിടെ എപ്പോഴും ഉള്ളതാണ്. ആനയും എല്ലാ മൃഗവും വരുന്നത്, കടുവായും എല്ലാം വരുന്നത്. ഇവിടെ നമുക്കൊരു കുറച്ചൊരു നമ്മൾ ഒരു കിലോമീറ്റർ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മംഗള താമസിക്കുന്ന കൂടുകളൊക്കെ നമ്മൾ കൊണ്ടിരിക്കുന്നില്ലേ, അതെ ഗ്രില്ല് അപ്പുറം വരും. മരത്തിന് തന്നിരിക്കുന്നില്ലേ, അപ്പുറം വരെ ഉള്ളതാണ്. 142 അവിടെ വരെ പോകും. അതുണ്ട്, അതെന്താ പറഞ്ഞ കാരക്ക. മറ്റേ കടിക്കുന്ന കാര്യമല്ലേ കേട്ടോ. ഒരു അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യും, അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന സ്ഥലം ചിലപ്പോൾ ഞങ്ങൾക്ക് വഴി അറിയാം. ഇതുണ്ടോ കായാമ്പൂ, നല്ല ഫ്ലവറായിട്ട്. ഇത് മറ്റേ കായാമ്പൂ, നല്ല രസമുണ്ടല്ലോ. ഹലോ, ഞാൻ പറയാം ബ്ലോഗ് ഞാൻ എടുക്കാം അങ്ങോട്ട്. ഹൈ ഗൈസ്, ഞങ്ങൾ കോമളിയിൽ പെരിയാറിൻ്റെ തൊട്ടൊരിക്കലാണ് നിൽക്കുന്നത്. ഞങ്ങൾ വാട്ടർ ലെവലിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. മരത്തിൻ്റെ ചോട്ടിലാണ് മിസ്സിനെ ഞങ്ങൾ കൊണ്ട് നിർത്താൻ നോക്കുന്നത്. ചെറുതാ, വലുതുണ്ട് കേട്ടോ.
ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് വലുതാണ് സാമ്പാർ ഡിയർ അതേ പോകുന്നു അത് ആ മരത്തിൻ്റെ അടിയിൽ അത് ഇപ്പത്ത് വരും. സാമ്പാടിയറിനെ കുറിച്ച് വലിയ ഒരു മരം ഞാവൽ ഇരിക്കുന്നുണ്ടോ? ഈ ചെറിയൊരു ഞാവലിൻ്റെ അപ്പുറത്തുണ്ട് വലിയ ഞാവൽ ഇരിക്കുന്നത്. ആ ഞാവലിൻ്റെ അടി വരുന്നത് വരും. നല്ല അകലെ ആയതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല. കുറച്ച് നേരം ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഡിയറിനെ കാണാൻ പറ്റുള്ളൂ. അതാണ് ഫോൺ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ. ഇപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോഴല്ലേ മേട്ടല്ലേ പുല്ലാകത്തുള്ളൂ. അത് നമ്മൾ കൺട്രോൾ ബെഡിങ് വെക്കും. അപ്പോൾ കൺട്രോൾ ബെഡിങ് വെച്ച് കഴിയുമ്പോൾ പുതിയ പുല്ല് മഴ തളുത്ത് കഴിയുമ്പോൾ പുല്ല് കിളുത്ത് വരും. അതുവരെ ഇവർക്ക് ഇതാ കുഴപ്പം. ഈറ്റയൊക്കെ പോയി, ഈറ്റയെല്ലാം പോയതുകൊണ്ട് ഈറ്റയൊന്നും ഇല്ല. ഈറ്റെല്ലാം അത് പട്ടുപോയി, അതിൻ്റെ ആവശ്യം തീർന്നു. തീറ്റ പറയുമ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം വരുമല്ലോ. അപ്പോൾ നമ്മൾ വയലോട്ട് ഇങ്ങനെ സ്ഥലത്തോട്ട് വരും. 6 സ്ഥലത്തോട്ട് ഏറ്റവും കൂടുതൽ. അപ്പോൾ വെള്ളം അവിടെ ഉള്ളൂ. ചെറിയ തോടുകളെല്ലാം പറ്റിപ്പോകും, ചെറിയ പുഴകൾ. അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് വരും. അപ്പോൾ ഇവിടെ വെള്ളം കുടിച്ച് തീറ്റയും കഴിച്ചിട്ട് ഇല്ല ഉച്ച കഴിഞ്ഞാൽ ഏറ്റവും കൂടെ വരുന്നത്. പിന്നെ ഒരു ദിവസം ഒരിടത്ത് നിൽക്കത്തില്ല, സർവീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ 6 സ്ഥലമാകുമ്പോൾ വെള്ളം മറ്റേ കറകുണ്ട്. ഇത് കറക ഇത് ആ കറക പറിച്ചിങ്ങനെ തട്ടി വെള്ളത്തിൽ കഴുകി കഴിക്കും. വെള്ളത്തിൻ്റെ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് കറക. നീർക്കാക്കിയാലോ? നീർക്കാക്കല്ല, ആറപ്പുറത്ത് വരുന്നത് ചളി കുയിലൊന്നും ചാടല്ലേ. വെള്ളം കഴിഞ്ഞ സമയത്ത് അടിഞ്ഞാൽ മഴ മരോട്ടിയുടെ ഹോസ്പിറ്റൽ, മരോട്ടിയാണ് എൻ്റെ ഹോസ്പിറ്റൽ. ഞാനത് എൻ്റെ കഴിക്കുന്നത്. ഞാനാണ് മരം ചുറ്റി ഒരുപാട് മരോട്ടി ചില പോലെ അത് തുമ്പിയല്ലേ. തുമ്പി ആനപ്പിണ്ടം എന്ത് കുടിക്കും? വെള്ളം കൊണ്ടെന്നില്ല ആരും. ഞാനത് ആരോടും പറയത്തില്ല. ഈ കുറച്ച് വെള്ളത്തില്ല. മേക്കപ്പ് ഒലിച്ചു പോകും. ഈ ഒരു എപ്പിസോഡോട് ചെയ്താണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.